അങ്ങനെ കുറെ പ്രതീക്ഷയോടെ എമ്പുരാൻ കണ്ടു. ലൂസിഫർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഓളം സസ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് കവച്ചു വെക്കാൻ എമ്പുരാന് കഴിഞ്ഞു. എമ്പുരാൻ ഒരു വലിയ സിനിമയാണ്, സമയം കൊണ്ടും ക്യാൻവാസിന്റെ വലുപ്പം കൊണ്ടും. 3 കഥകൾ പാരലലായി സിനിമയിൽ പോകുന്നുണ്ട്. സിനിമയുടെ തിരക്കഥ നേരിട്ട ഒരു വലിയ ചാലഞ്ചായി എനിക്ക് തോന്നിയത് ലൂസിഫറിൽ നിർത്തിയിടത്തു നിന്ന് എമ്പുരാൻ തുടങ്ങേണ്ടി വന്നതാണ്. അതായത് ലൂസിഫറിന്റെ അവസാനത്തിൽ മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു ചെറിയ പുള്ളിയല്ല, ഇന്റർനാഷണൽ ലെവലിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു ഒന്നൊന്നര സംഭവമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ച എന്തായാലും വേണം. ഒപ്പം നമ്മൾ മലയാളികൾക്ക് കണക്ഷൻ കിട്ടുന്ന കേരള ബേസ്ഡ് സംഭവങ്ങളും വേണം. ഇത് രണ്ടും പാകത്തിന് മിക്സ് ചെയ്യാൻ തിരക്കഥയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു മിക്സിങ്ങിലെ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യേണ്ടി വന്നത് സിനിമയ്ക്ക് ഒരു പ്രശ്നമായി മാറിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ തീർച്ചയായും സിനിമയിൽ ഗൂസ് ബംസ് തരുന്ന സന്ദർഭങ്ങളുമുണ്ട്. എനിക്ക് പേഴ്സണലി കേരളത്തിൽ നടക്കുന്ന ഭാഗങ്ങളെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു. ആ ഭാഗങ്ങളിലെ മോഹൻലാലിന്റെ വരവും ഡയലോഗ്സും സീൻ സെറ്റ് ചെയ്ത രീതിയും ഒക്കെ അടിപൊളിയായി തോന്നി. മഞ്ജു വാര്യറിന്റെ ക്യാരക്ടറിന് ലൂസിഫറിലേക്കാളും ഇമ്പോർട്ടൻസും സ്പേസും എമ്പുരാനിലുണ്ട്. ആ ക്യാരക്ടറിന്റെ മൊത്തത്തിലുള്ള ആർക്ക് വളരെ നന്നായി വന്നിട്ടുണ്ട്. ടോവിനോയുടെ ക്യാരക്ടറും ആ ക്യാരക്ടറിന് ലൂസിഫറിനെ അപേക്ഷിച്ച് ഈ സിനിമയിൽ എത്തിയപ്പോൾ വന്ന മാറ്റങ്ങളുമെല്ലാം വളരെ കൺവിൻസിംഗ് ആയിട്ടുണ്ട്. മുരളി ഗോപി എഴുതിയ പല ഡയലോഗ്സും മോഹൻലാലിന്റെ ശബ്ദത്തിൽ കേട്ടപ്പോൾ നല്ല ഇമ്പാക്ട് കിട്ടി. പിന്നെ സിനിമ കൈകാര്യം ചെയ്യുന്ന മെയിൻ പൊളിറ്റിക്കൽ തീം മറ്റുള്ള സിനിമകളിലൊക്കെ അവിടെയും ഇവിടെയും തൊടാതെ കാണിച്ചിട്ടുണ്ടെങ്കിലും എമ്പുരാനിൽ അതങ്ങനെയല്ല. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ കേരളം പോലെ വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ആ തീം ഇങ്ങനെ ഡയറക്റ്റായി കാണിക്കാൻ പറ്റും. അത് നല്ല ധൈര്യത്തോടെ മുരളി ഗോപി തിരക്കഥയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കേരളത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള ഡേഞ്ചറസ് ആയ പൊളിറ്റിക്കൽ മാറ്റങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ള വാർണിംഗ് ഇത്രയും വലിയ ഒരു മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമയിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഈവന്റ്സ് ഉപയോഗിച്ച് കാണിച്ചതൊക്കെ നല്ലതായിരുന്നു. സിനിമയിലെ ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയത് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും കോംബോ സീൻസ് ആണ്. പ്രത്യേകിച്ച് അവസാനത്തെ ഫൈറ്റ്, അതിനു മുമ്പുള്ള ഡയലോഗ്സ്, ഇതൊക്കെ അത്യാവശ്യം ബോറായി തോന്നി. അവിടെയൊക്കെ ഒരു സൽമാൻ ഖാൻ സെറ്റപ്പ് ബോളിവുഡ് പടം ഫീലാണ് കിട്ടിയത്. പിന്നെ മൊത്തത്തിൽ ഫൈറ്റ് സീൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി. ലൂസിഫറിൽ മോഹൻലാൽ വാട എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ആ ഫൈറ്റിന്റെ ഇമ്പാക്ട് എമ്പുരാനിൽ ഒരു ഫൈറ്റിലും പേഴ്സണലി കിട്ടിയില്ല. പിന്നെ പാട്ടുകളും പലയിടത്തുമുള്ള BGMഉം സിനിമയെ ഒരു ആവറേജ് ലെവലിൽ നിന്ന് ഉയർത്താൻ തക്കവണ്ണം ഇമ്പാക്ട് ഉള്ളതായിരുന്നില്ല. നമുക്കറിയാം പല മാസ് ആക്ഷൻ സിനിമകളും ആവറേജിൽ നിന്ന് ഒരു സംഭവമായി മാറുന്നത് തന്നെ BGM കാരണമാണെന്ന്. അത് ഈ സിനിമയിൽ വർക്ക് ആയില്ല എന്നാണ് പേഴ്സണലി തോന്നിയത്. പിന്നെ ചില ക്യാരക്ടേഴ്സ് ലൂസിഫറിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണോ എന്നറിയില്ല, ഈ സിനിമയിലും അവരെ കാണാം. എന്നാൽ ഒരു കാര്യവുമില്ലാത്ത ക്യാരക്ടേഴ്സ് ആയി പോയി ചിലത്. ഉദാഹരണത്തിന് നൈല ഉഷയുടെയും അവരുടെ ഹസ്ബൻഡിന്റെയും ക്യാരക്ടേഴ്സ് ഒക്കെ. അതുപോലെ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറും അത്ര കൺവിൻസിംഗ് ആയി വന്നില്ല എന്നാണ് തോന്നിയത്. സിമ്പിളായി ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചറിലൂടെയോ അയാളോട് പറയാവുന്നതിന് പകരം അതിനുവേണ്ടി കൊടുക്കുന്ന ബിൽഡപ്പും എഫേർട്ടും ഒക്കെ നല്ല ഓവറായി തോന്നി. പിന്നെ പതിവ് പോലെ നമ്മുടെ പ്രൊഡ്യൂസറും ഒരു കാര്യവുമില്ലാതെ സിനിമയിൽ മുഖം കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നെഗറ്റീവ്സ് പറഞ്ഞെങ്കിലും 3 മണിക്കൂറുള്ള സിനിമ ബോറടിക്കാതെയാണ് കണ്ടു തീർത്തത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 3 കഥകൾ സിനിമയിൽ പാരലലായി പോകുന്നുണ്ട്. അബ്രാം ഖുറേഷിയുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഡൗൺ സൈഡിലെ കഥ, പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്ത ഒരു റിവഞ്ച് കഥ, പിന്നെ കേരള പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ. ഈ 3ലും മാറി മാറി സിനിമ ഫോക്കസ് ചെയ്തിട്ടും കൈവിട്ടു പോകാതെ മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ വലിയൊരു സംഭവമായാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതും കുറെ ഡയലോഗ്സ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയാണ്. എന്നാൽ ആ കാരണം കൊണ്ടും പിന്നെ കുറെ ഇന്ത്യക്ക് പുറത്ത് ബേസ് ചെയ്തിട്ടുള്ള കഥയും ഫോറിനേഴ്സ് വരുന്ന സീൻസും ഒക്കെ ഉള്ളത് കൊണ്ടും കേരളത്തിലെ എല്ലാ ഓഡിയൻസിനും സിനിമ അത്ര ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഒരു മലയാളം സിനിമയല്ലേ, മറ്റു വലിയ ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് ബഡ്ജറ്റ് കുറവായിരിക്കില്ലേ, അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ കൊളമാക്കി കാണും എന്ന ചിന്ത വേണ്ട. ഒരു കുറ്റവുമില്ലാത്ത രീതിയിൽ വിഷ്വൽസ് ഒക്കെ ഗംഭീരമായി വന്നിട്ടുണ്ട്. സുരാജിന്റെ കഥാപാത്രത്തിന്റെ ഒരു കോമഡി ഉണ്ട്, അതും നന്നായി ഇഷ്ടപ്പെട്ടു. ചുരുക്കത്തിൽ എമ്പുരാന്റെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണോ പ്രോമിസ് ചെയ്തിട്ടുള്ളത് അത് നല്ല വൃത്തിക്ക് സിനിമയിൽ തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി സിനിമയിൽ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, മഞ്ജു വാര്യർ, ടൊവിനോ എന്നിവരുടെ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്ത രീതി, പിന്നെ ആ ഭാഗത്ത് മോഹൻലാലിനെ പ്രസന്റ് ചെയ്ത രീതി, ബൈജുവിന്റെ ഡയലോഗ്സിലൂടെ സിനിമയിലെ ഇമ്പോർട്ടന്റ് ആയ ഒരു ട്രാൻസിഷൻ കാണിച്ചതൊക്കെ നന്നായി ആസ്വദിക്കാൻ പറ്റി. ഒരു പക്ഷേ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മോഹൻലാലിന്റെ ഇന്റർനാഷണൽ ഡോൺ സെറ്റപ്പിലെ ഭാഗങ്ങളായിരിക്കാം. എന്തായാലും ലൂസിഫറിനോളം വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ തീർച്ചയായും തിയേറ്ററിൽ പോയി കണ്ടാൽ ആ ഒരു ഓളത്തിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. അപ്പൊ എമ്പുരാൻ സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ എന്താണ് ഈ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.